വെറൈറ്റി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സ്പെഷ്യൽ ഒരു ഐറ്റം പരിചയപ്പെടാം. കണ്ടില്ലേ, ഇതൊരു ഡോർബെല്ലാണ്, വയർലെസ് ആണ്, റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു കോഡ്ലെസ് ബെല്ല്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഫിറ്റ് ചെയ്യാം. ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമുക്ക് ഏത് ചുമരിൽ വേണമെങ്കിലും ഫിറ്റ് ചെയ്യും. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് രോഗികളാണ്. നമുക്ക് കിടപ്പിലായി കിടക്കുന്ന ഒരുപാട് രോഗികൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. അവർക്ക് മറ്റുള്ളവരെ വിളിക്കാൻ വേണ്ടി ചിലർ സംസാരിക്കാൻ പറ്റാത്തവരുണ്ടാവും. ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് ചിലപ്പോൾ വിളി എത്താത്തവരുണ്ടാവും. പല പരാതികളും നമുക്ക് കേൾക്കാറുണ്ട്. വിളിച്ച് കേട്ടില്ല, ഒരു ഗ്ലാസ് വെള്ളം രാത്രി എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന പല പരാതികളും വിളിച്ചിട്ട് നമ്മൾ ഫാനിട്ട് മറ്റൊരു റൂമിൽ കിടക്കുമ്പോൾ അതൊന്നും നമുക്ക് മറ്റൊരു റൂമിൽ നിന്ന് വിളിച്ചാൽ കേൾക്കില്ല. അപ്പോൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് തോന്നിയത്, ഈ ഒരു ബെല്ല് ഫിറ്റ് ചെയ്താൽ അവരുടെ കൈയെത്തുന്ന ദൂരത്ത് ഈ ബെല്ല് നമുക്കൊരു ഡബിൾ സൈഡ് സ്റ്റിക്കറിൽ ഒട്ടിച്ച് വെച്ചാൽ എത്ര ദൂരം വേണമെങ്കിലും, ഒരു വീട്ടിൽ ഏത് റൂമിലേക്ക് വേണമെങ്കിലും ഇതിൻ്റെ റേഞ്ച് കടന്ന് ചെല്ലും. ഇനിയിപ്പം തൊട്ടടുത്ത വീട്ടിലേക്കാണെങ്കിലും ഇതിൻ്റെ റേഞ്ച് എത്തും. അപ്പോൾ ഇതൊരു സാധാരണ സൗണ്ടാണ് ഇതിൽ നിന്ന് വരുന്നത്. ഒരു ഓവർ സൗണ്ടൊന്നും ഇതിൽ നിന്ന് കിട്ടുന്നതല്ല. ഈ പ്രൊഡക്റ്റ് വളരെ സിമ്പിളാണെങ്കിലും നമുക്കിതിൻ്റെ ഗുണങ്ങളൊന്ന് നോക്കാം. നമുക്കിത് നമ്മുടെ കുട്ടികളൊക്കെ മുകളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ, അവർ സെപ്പറേറ്റ് റൂമിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ വിളിക്കാൻ വേണ്ടി ചിലർക്ക് കോണി കയറി ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, രോഗികളൊക്കെ ഹൈഡോസ് മരുന്ന് കഴിച്ചിട്ട് രാത്രിയൊക്കെ കിടക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം ധാരാളമായി രാത്രി ആവശ്യമുണ്ട്. അപ്പോൾ ഫാനൊക്കെ ഇട്ട് കിടന്നാൽ തന്നെ ചിലപ്പോൾ നമുക്ക് വിളിച്ചാൽ കേൾക്കില്ല. രോഗിയുടെ കൂടെ കിടക്കുന്നവർ പോലും ചിലപ്പോൾ വിളിച്ചാൽ കേൾക്കാത്ത സാഹചര്യം കൊണ്ട് ചിലപ്പോൾ വിളിക്കാൻ പറ്റാത്തവരുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു റൂമിലേക്ക് ഇതിൻ്റെ ഈ ബെല്ല് ഫിറ്റ് ചെയ്താൽ മതി. വളരെ റേഞ്ച് കിട്ടും. രോഗിയുടെ റൂമിൽ നിന്ന് കിച്ചണിലേക്ക് കൊടുക്കാം. അതുപോലെ അപ്സ്റ്റെയറിലേക്ക് കയറാൻ പറ്റാത്തൊരു കാൽമുട്ട് വേദന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സ്വിച്ച് വീടിനകത്ത് തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ കുട്ടികളൊക്കെ നമ്മൾ രാവിലെ സ്കൂളൊക്കെ തുറക്കാനായി, അപ്പോൾ വിളിക്കുമ്പം ആദ്യത്തെ വിളിയിൽ അവർ എണീക്കും, നമ്മൾ ഇങ്ങനെ പോരുമ്പോഴേക്കും അവർ വീണ്ടും കിടന്നിട്ടുണ്ടാവും. കിച്ചണിലൊരു ഇതിൻ്റെ സ്വിച്ച് ഫിറ്റ് ചെയ്ത് റൂമിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ബെല്ലടിച്ചാൽ മതി. അതുപോലെ അറ്റൻഡർ ഇല്ലാത്ത ഡോക്ടേഴ്സിന് ഇത് യൂസ് ചെയ്യാം, ആളുകളെ പുറത്തുനിന്ന് വിളിക്കാൻ വേണ്ടി. അതുപോലെ ഹോട്ടൽ ജീവനക്കാർക്ക് കാഷ്യറിൽ നിന്ന് കിച്ചണിലേക്ക് ഫിറ്റ് ചെയ്യാം. അതുപോലെ ബോസിനെ, സ്റ്റാഫിനെ വിളിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. സംഗതി സിമ്പിൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ പറയുന്നു. ഇനി നമുക്കിൻ്റെ ബാറ്ററി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, സാധാരണ ഈ ബാറ്ററി ഈ റിമോട്ടിനുള്ളതാണ്. അതുപോലെ ഇതിൽ ക്ലോക്കിലിടുന്ന വെറും സിമ്പിൾ 2 ബാറ്ററിയാണ് വേണ്ടത്. ഇതിൻ്റെ മെയിൻ്റെനൻസ് അധികം വരില്ല. കാരണം സാധാരണ നമ്മൾ ബാറ്ററി ക്ലോക്കിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ ചേഞ്ച് ചെയ്യാം. സംഗതി ലോ പ്രൊഡക്റ്റ് ആണെങ്കിലും ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. 300 രൂപേൻ്റെ 200 രൂപേൻ്റെയൊക്കെ ഇടയിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും കിട്ടും. അതായത് ഇലക്ട്രോണിക് ഷോപ്പ്, നിങ്ങളുടെ അടുത്തുള്ള മൊബൈൽ ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ. നിങ്ങൾക്ക് പർച്ചേസിങ്ങിനായി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, അഡ്രസ്സ് കൊടുക്കാം, ഫോൺ നമ്പർ കൊടുക്കാം. പക്ഷേ ഇതിനായി നിങ്ങൾ ഒരുപാട് തിരഞ്ഞ് നടക്കണമെന്നില്ല. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പിലോ മൊബൈൽ റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അവർ കൊണ്ടുവന്ന് തരും. അവർ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് എവിടെയാണ് മാർക്കറ്റ് അവിടെ നിന്ന് കൊണ്ടുവന്ന് തരും. നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട്. അതേപോലെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇതിൽ ഓൾറെഡി സ്റ്റിക്കർ വന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ ഒട്ടിക്കുന്നത് പോലെ ഒട്ടിച്ച് വെച്ചാൽ മതി. ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആണിയിലോ സ്ക്രൂവിലോ കൊളുത്തി വെക്കാം. ഇനി അതല്ല സ്റ്റിക്കർ വേണമെങ്കിൽ അത് ഇതിവിടെ ചെയ്യാം. ഇതാ നമ്മളിത് തുറന്നിട്ടുണ്ട്. 2 ഡോറും ഓപ്പൺ ചെയ്തു. ഇതിൽ സാധാരണ ക്ലോക്ക് ബാറ്ററിയാണ് ഇടേണ്ടത്. 2 ബാറ്ററി. നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാം. ഇതിലാണെങ്കിൽ ഈ സ്മോൾ ബാറ്ററി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അതുപോലെ ബാറ്ററി ഇട്ടിട്ടുണ്ട്, നമ്മൾ ഡോറ് അയച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വളരെ ലളിതമായ സിമ്പിളായ ഒരു സൗണ്ടാണ്. നമുക്ക് ഒരിക്കലും ഒരു ഓവർ ഡോസ് സൗണ്ട് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ഡെയിലി യൂസിങ്ങിനാകുമ്പോൾ കുഴപ്പമില്ലാത്തൊരു സൗണ്ടാണ്. അതുപോലെ ഞാനിത് ചെക്ക് ചെയ്തു എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക്. ഇതിൽ എഴുതിയിട്ടുള്ളത് 100 മീറ്റർ എന്നാണ്. ഞാൻ 100 മീറ്ററിൽ ഏകദേശം 100 മീറ്റർ ചെക്ക് ചെയ്തു. ഒരുപാട് ചുമര് അപ്പുറത്ത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് അയൽവാസി വീട്ടിൻ്റെ ഒരുപാട് ഉള്ളിലേക്ക് പോയപ്പോഴും ഇത് സംഗതി ഓക്കെയാണ്, റേഞ്ച് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്സ്റ്റെയർ എത്ര വീടിന് ഒരുപാട് ഫ്ലോർ ഉണ്ടെങ്കിലും നമുക്കിത് യൂസ് ആവും. അതുപോലെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും പ്രത്യേകം പറയാനുള്ളത് രോഗികൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് തന്നെയാണ്. അങ്ങനെ ഇത് എൻ്റെ വീഡിയോ കണ്ടിട്ട് രോഗികൾക്ക് ഇത് ഉപകാരപ്പെട്ടാൽ അതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ലാഭം. അതുപോലെ തനിച്ച് താമസിക്കുന്ന, ആരാരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതിലൊക്കെ നമുക്കൊരു തൊട്ടടുത്ത വീട്ടിലേക്കൊക്കെ അത് നമുക്ക് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാം. എപ്പോഴും രോഗിയുടെ കൂടെ ഒരാൾക്ക് എപ്പോഴും നിൽക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങൾ. ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ ചെറിയ ലെങ്ത് കുറഞ്ഞ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായി ആയിരിക്കും ഞാൻ വരുന്നത്. ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ ഇനിയുമുണ്ട് ഒരുപാട് നിങ്ങളെ കാണിക്കാനായിട്ട്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് യാത്രയാവാം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.